ഹലോ, ഇന്ന് ബ്രോസ്റ്റഡ് ചിക്കൻ നമുക്ക് വീട്ടിൽ എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്നുള്ളൊരു വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ പ്രവീൺ പ്രണവിൻ്റെ ചാനലിൽ അവർ ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം നമ്മൾ അതുതന്നെയാണ് ചെയ്തത്. കാരണം അത് കുറച്ച് സിമ്പിളായിട്ട് തോന്നി. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കാതെ എളുപ്പത്തിൽ അവർ പറഞ്ഞു തന്നിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പം ഇത് നമുക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് എനിക്ക് തോന്നിയത് ഞാനിതിൽ വഴിയെ പറയുന്നതായിരിക്കും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാനിവിടെ തൈരാണ് കേട്ടോ എടുക്കുന്നത്. അത് 2 കരണ്ടിയാണ് ഞാൻ എടുക്കുന്നത്. നമ്മുടെ ചിക്കൻ അനുസരിച്ച് നിങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ ടേബിൾ സ്പൂണിൻ്റെ കണക്കോ അങ്ങനെയൊന്നും പറയുന്നില്ല, ഒരു കൈ കണക്ക് പോലെയാണ് പറയുന്നത് കേട്ടോ. പിന്നെ അതാ 3 കരണ്ടി ഞാൻ പാലെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് എരിവിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമ്മളിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല, ജസ്റ്റ് വെളുത്തുള്ളി മാത്രമാണ് ഇവിടെ പേസ്റ്റ് ആക്കി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരു 15 അല്ലി വെളുത്തുള്ളി ഞാനിവിടെ അരച്ച് വെച്ചതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് പൂനാരങ്ങ ഉണ്ടെങ്കിൽ, അതായത് ചെറിയ നാരങ്ങ അതുണ്ടെങ്കിൽ അത് ഒരെണ്ണം ചേർത്ത് കൊടുക്കുക, അതിൻ്റെ നീര്. ഞാനിവിടെ വിനാഗിരിയാണ് ചേർക്കുന്നത്. അതേ അളവിൽ ഒരു കരണ്ടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് അതിൽ എരിവ് കുറവ് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ മസാലയൊക്കെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി, കട്ടയില്ലാതെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ഇതവിടെ ചിക്കനില്ലേ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് ചിക്കനൊക്കെ കട്ട് ചെയ്തിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ വീഡിയോ കുറച്ച് കാണാൻ ഭംഗി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് കരണ്ടിയൊക്കെ വെച്ച് ഇളക്കാൻ നോക്കിയിട്ടോ. പക്ഷെ അത് നടപ്പാവില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ അത് ഒഴിവാക്കിയിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തു. എപ്പോഴും എനിക്ക് തോന്നുന്നു കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോഴായിരിക്കും അത് എല്ലാ സ്ഥലത്തും ആ ഗ്രേവി എത്തുക കേട്ടോ. മസാല എല്ലാത്തും പിടിക്കണമെങ്കിൽ നന്നായിട്ട് എല്ലാ സ്ഥലത്തും ആവുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടി അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഗ്രേവി ഇറങ്ങാൻ വേണ്ടി ഞാൻ കുറച്ചൊന്ന് പപ്പടക്കോലുകൊണ്ട് കുത്തി കൊടുക്കുന്നുണ്ട്. ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഒന്ന് കുത്തി കൊടുത്താലും മതി. അപ്പോൾ അത് നമ്മൾ ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ, ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു പൊടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പൊടി എന്ന് പറഞ്ഞാൽ കുറച്ച് അതിന് മുകളിൽ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൊടികൾ നമുക്ക് മിക്സ് ചെയ്യാം. ആദ്യം ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറുമാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി കേട്ടോ. കുരുമുളക് പൊടി നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം, കുറവാണെങ്കിൽ കുറവ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ മാരിനേറ്റ് ചെയ്യാനുള്ളതിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി അത് മാറ്റി വെക്കുക കേട്ടോ. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ ചിക്കൻ എടുത്ത് വെക്കാം. അതൊന്ന് ഞാൻ ചിക്കൻ മാത്രം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ആ ഗ്രേവി അങ്ങനെ തന്നെ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് കട്ടിയാവാനും പാടില്ല, എന്നാൽ ഒരുപാട് ലൂസാവാനും പാടില്ല. ആ രീതിയിൽ നമ്മൾ ഇവിടെ ബാറ്റർ ഉണ്ടാക്കിയെടുക്കണേ. അതിലേക്ക് ഞാനൊരു കോഴിമുട്ടയോട് ചേർത്തിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ ഇളക്കി എടുക്കുകയാണേ. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ചൊന്ന് കട്ടി കൂടി പോയതുകൊണ്ട് തന്നെ ഞാനത് മിക്സ് ചെയ്യാൻ ഞാനിവിടെ പാലാണ് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം എൻ്റെ ഒരു അളവിന് ഞാൻ പാല് ഒഴിച്ചു കൊടുത്തിട്ട്
ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. പൊടിയൊന്നും ഇങ്ങനെ കട്ട പിടിച്ചിരിക്കാതെ നന്നായിട്ട് ഇങ്ങനെ അലിയിച്ചു കൊടുക്കുക കേട്ടോ. ഇനി അതിലും നമ്മൾ ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ 3 കാര്യത്തിന് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനേ, ഒരുപാട് കൂടി പോകാനും പാടില്ല. ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ആ ചിക്കൻ എടുത്ത് ആദ്യം ആ ഒരു മസാലയിൽ ഒന്ന് മുക്കിയിട്ട് പിന്നെ നമ്മൾ ഈ ഫ്ലോർ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ഇവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് വന്നത്. ഞാൻ ഫസ്റ്റ് ഒരു തവണ മാത്രം നമ്മൾ ആ ഫ്ലോറിലും മസാലയിലും മുക്കിയാൽ മതിയായിരുന്നു. ഞാൻ 2 പ്രാവശ്യം ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്തുണ്ടായിരുന്ന ആ ഒരു മസാലക്കൂട്ട് കുറച്ചൊന്ന് കട്ടി കൂടിപ്പോയി. അതല്ലാതെ വേറെ മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഏകദേശം ആ ഒരു ടേസ്റ്റ് തന്നെ നമ്മൾ പുറമേ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ആ പുറമേയുള്ള ആ ഒരു മസാല മാത്രം കുറച്ച് കട്ടി കൂടി. അത് ഞാൻ ഇതുപോലെ 2 പ്രാവശ്യം ഇങ്ങനെ ചെയ്തിട്ടാണ്. അപ്പം ആരെങ്കിലും ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഒറ്റ തവണ മാത്രം നമ്മൾ ആ ഒരു മിക്സിൽ 2ലും ഒന്ന് മുക്കിയെടുത്താൽ മതി കേട്ടോ. ഒരുപാട് പൊടി ആ മുകളിൽ ഉണ്ടാകുന്ന സമയത്ത് അതിന് കട്ടി കൂടി പോകുന്നുണ്ട്. അപ്പോൾ കഴിക്കുന്ന സമയത്ത് കുറച്ചൊരു ഉറപ്പ് പോലെ അതിന് കുറച്ച് ഇതാവുന്നുണ്ട്. അങ്ങനെ ഞാനിതവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇതുപോലൊരു നല്ല കുഴിയുള്ളൊരു ചായപാത്രത്തിലാട്ടോ. നമ്മൾ ചീൻചട്ടിയിലൊക്കെ ആവുന്ന സമയത്ത് ആ നടുവിൽ മാത്രമല്ലേ നമുക്ക് ഓയിൽ ആവുള്ളൂ. അപ്പം ഇങ്ങനത്തെ പാത്രം എടുക്കുമ്പം ഉണ്ടാക്കുന്നത് നന്നായിട്ട് മുങ്ങിക്കടന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ ചെയ്യുക. ആദ്യം ഞാനിവിടെ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്തിട്ടോ. എന്നിട്ട് നമ്മൾ എണ്ണ തിളച്ച് വന്നതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തു. പിന്നെ ഞാൻ സിമ്മിലേക്ക് എൻ്റെ ഫ്ലെയിം മാറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വേണം ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അത് പുറം ഭാഗം മാത്രം കരിഞ്ഞു പോവും, ഉള്ളിൽ വെന്ത് കിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നുള്ളത് സിമ്മിലിടുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇതവിടെ അച്ഛൻ ചക്ക ഞങ്ങൾക്ക് നന്നാക്കി തന്നാണേ. അപ്പം ഞാനെന്തോവും അതിൻ്റെ ഒരു കഷ്ണമൊക്കെ കഴിച്ച് ഞാനിപ്പം ഞങ്ങൾ എന്ത് കഴിക്കുകയാണെങ്കിലും അത് ചെറിയൊരു ഭാഗം അവന് കൊടുക്കും കേട്ടോ. അപ്പം എല്ലാം അവനൊന്ന് ശീലമായി വരണ്ടേ, അതുകൊണ്ട് തന്നെ എല്ലാം അവൻ്റെ വായിലൊന്ന് വെച്ച് കൊടുക്കും. അങ്ങനെ ഇവിടെ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുകയാണേ. നമ്മൾ 15 മിനിറ്റാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കേണ്ട സമയം. അങ്ങനെ ഞങ്ങളെല്ലാം ഫ്രൈ ചെയ്തെടുത്തു. ഫസ്റ്റ് തന്നെ അച്ഛനോടാണ് കേട്ടോ ഞങ്ങൾ അഭിപ്രായം ചോദിച്ചത്. അച്ഛൻ സൂപ്പറാണെന്നാണ് പറഞ്ഞത്. അപ്പം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ ആ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ അടിപൊളി ടേസ്റ്റ് ആട്ടോ. എന്തായാലും നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.